कि देश की संपत्ति पर पहला अधिकार मुसलमानों का। അളവറിഞ്ഞാഞ്ഞടിക്കുകയാണ് അവസാന മണിക്കൂറുകളിൽ നേതാക്കൾ. തുടർച്ചയായ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നടത്തുന്ന വിവാദ പരാമർശങ്ങളെ തികഞ്ഞ വർഗീയ ഭ്രാന്തെന്ന് തുറന്നെതിർക്കുകയാണ് CPM. മുസ്ലിം മതവിഭാഗത്തിനെതിരായി വർഗീയ കലാപം സംഘടിപ്പിക്കാൻ ഉതകുന്ന മതഭ്രാന്താണ്, വർഗീയ ഭ്രാന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ടേക്ക് വെച്ചത്. എല്ലാം കേട്ടിട്ടും കണ്ണും കാതും വായും പൊത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയും കടുത്ത വാക്കുകൾ. ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിയുടെ അസിസ്റ്റന്റ് മന്ത്രിയും ചേർന്ന് തീരുമാനിച്ച ആളുകളാണ്. അവർക്കെങ്ങനെയാ പൊതുവായ നിലപാട് സ്വീകരിക്കാനാവുക? പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയെന്ന് പ്രധാനമന്ത്രി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് അതിനെ ചെറുക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് പറയുന്നു. ഇന്ത്യ ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്നൊരു കുത്തലും. കോൺഗ്രസ് ഇല്ലാതെ ഈ രാജ്യത്ത് ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം ഇല്ല. പൗരത്വ പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കാത്തത് BJPയെ സഹായിക്കാനെന്നും വിമർശനം. കോൺഗ്രസിനെ ദുർബലമാക്കി ഈ BJPയെ സന്തോഷിപ്പിക്കുകയും BJPയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക. ഈ കേസാണ് പ്രശ്നം. ഈ മാസപ്പടിയും മറ്റൊക്കെയാണ് പ്രശ്നം. അതാണ് പേടിയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനായി എത്തിയ അമിത്ഷാ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. രഞ്ജിത് ശ്രീനിവാസിന്റെ മരണമുന്നയിച്ച ഷാ SDPIയുടെ പിന്തുണ കോൺഗ്രസിനാണെന്ന് മറക്കരുതെന്ന് പറഞ്ഞു. SDPI ने कांग्रेस पार्टी को समर्थन दिया और कम्युनिस्ट पार्टी भी PFI के बैन पर मौन है. രാഹുലിന്റെ ആരോപണം അപ്പാടെ ആവർത്തിക്കുകയാണ് പ്രിയങ്കയും. പിണറായി വിജയൻ BJPക്ക് പ്രിയപ്പെട്ടവരാണെന്ന്. Kerala Chief Minister's name has come up in many scams, but nowhere has Modi ji's government taken any action against. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.